ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഈ വീഡിയോയിൽ നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് എക്സൈറ്റിംഗ് ഫോൺസിനെ കുറിച്ച് നോക്കാം. എന്തായാലും നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നത്തിങ്ങിന്റെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന CMF ഫോൺ 1 ഉടൻ തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. ഇതിന്റെ സ്പെക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ച് 120 ഹെഡ്സിന്റെ ആംലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി 7300 ആണ്. ഇതുകൂടാതെ 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും ഇതോടൊപ്പം വരുന്നുണ്ട്. കൂടാതെ 5000 mAh ബാറ്ററിയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് കവർ റിമൂവബിൾ ആണെന്നുള്ളതാണ്. ഇത് റിമൂവ് ചെയ്യാനുള്ള ടൂൾ കൂടെ ബോക്സിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നത്തിങ് ഇതിൻ്റെ ടീസർ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 താഴെയായിരിക്കും. നെക്സ്റ്റ് ആൻഡ്രോയിഡ് ഫോണിൻ്റെ കിങ് ആയ സാംസങ്ങിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ വന്ന 2 ഫോൺസ് ലോഞ്ച് ആവുന്നുണ്ട്. സാംസങ്ങിൻ്റെ C Fold 6ഉം C Flip 6ഉം നെക്സ്റ്റ് മന്ത് തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. ഉടനെ തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് 2 ഫോൺസിലും വരുന്നത്. ഡിസൈൻ നോക്കുവാണെങ്കിൽ S24 അൾട്രയിലുള്ള പോലെ ഒരു ബ്ലോക്കി ഡിസൈനാണ് വരുന്നത്. അല്ലാതെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പഴയ ജനറേഷനിൽ നിന്നും വലിയ ചേഞ്ച് ഒന്നും തന്നെ വന്നിട്ടില്ല. C Flip 6ന് അറൗണ്ട് 1 lakh ആയിരിക്കും പ്രൈസ് വരുന്നത്. C Fold 6ന് അറൗണ്ട് 1.5 lakh ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. നെക്സ്റ്റ് OnePlus Nord CE 4ന് ശേഷം Nord 4 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് ചൈനീസ് വേരിയൻ്റ് ആയ OnePlus Ace 3Vൻ്റെ റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും ഈ ഫോൺ. ഇതിൻ്റെ സ്പെക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ആംബ്ലഡ് ഡിസ്പ്ലേ ആയിരിക്കും. ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ്. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ 60 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും ഇതോടൊപ്പം വരുന്നുണ്ട്. 100 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് 30,000 ആണ്. ഇനി അടുത്തതായിട്ട് മോട്ടോറോളയുടെ മോട്ടോ റേസർ 50 അൾട്രയാണ് ലോഞ്ച് ആവാൻ പോകുന്നത്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫോൾഡബിൾ ഫോണിൻ്റെ ഏറ്റവും വലിയ കവർ സ്ക്രീൻ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്പെക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു മെയിൻ സ്ക്രീനും 4 ഇഞ്ചിൻ്റെ ഔട്ടർ കവർ സ്ക്രീനുമാണ് വരുന്നത്. രണ്ടിനും 165 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതോടൊപ്പം 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അറൗണ്ട് 70,000 ആയിരിക്കും. നെക്സ്റ്റ് ലോഞ്ച് ആവാൻ പോകുന്നത് വിവോയുടെ V40യും V40 Proയും ആണ്. ഇതിൽ V40യിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആയിരിക്കും. പിന്നെ V40 Proയിൽ വരുന്നത് മീഡിയ ടെക്കിൻ്റെ 9200+ ആയിരിക്കും. ഇതിൻ്റെ ക്യാമറ നോക്കുവാണെങ്കിൽ രണ്ടിലും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ V40യുടെ പ്രൈസ് റേഞ്ച് പറയുവാണെങ്കിൽ അറൗണ്ട് 30,000 ആയിരിക്കും. പിന്നെ V40 Proയുടെ പ്രൈസ് ആണെങ്കിൽ അറൗണ്ട് 40,000 ആയിരിക്കും. നെക്സ്റ്റ് ഗെയിമിംഗ് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്കായി iQൻ്റെ C9 ടർബോ ലോഞ്ച് ആവുന്നുണ്ട്. ഇതിൽ വരുന്നത് 6.7 ഇഞ്ചിൻ്റെ 144 ഹെഡ്സിൻ്റെ ആംലഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതോടൊപ്പം 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുമാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ലെവൽ നോക്കുവാണെങ്കിൽ 6000 mAh ആണ് വരുന്നത്. 80 വാട്ട് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്നാലും ഒരു 30,000 ആ റേഞ്ചൊക്കെ ആവാനേ സാധ്യതയുള്ളൂ. ഇനി ഓപ്പോയുടെ 2 ഫോൺസ് കൂടെ ലോഞ്ച് ആവുന്നുണ്ട്. ഓപ്പോ Reno 12ഉം 12 Proയും ആണ് ലോഞ്ച് ആവാൻ പോകുന്നത്. പിന്നെ ഇത് രണ്ടിൻ്റെ സ്പെക് വരുന്നത് 6.7 ഇഞ്ച് 120 Hz ആംലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12ൽ മീഡിയ ടെക് 7300ഉം പ്രോയിൽ 9200+ ആണ് വരുന്നത്. പിന്നെ രണ്ടിലും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ബാറ്ററി 5000 mAh ആണ് വരുന്നത്. പിന്നെ 12ൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് നോക്കിയാൽ 30,000ഉം 12 Proയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് 40,000 ആയിരിക്കും. നിങ്ങളിതിൽ ഏത് ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡായി കാത്തിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.